ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൊറോട്ടയാണ്. ചില സ്ഥലങ്ങളിൽ അതിൽ സ്വീറ്റ്ന എന്ന് പറയും. ബേക്കറികളിലൊക്കെ കിട്ടുന്നതാണ്. അത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സ്വീറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും 2 സ്പൂൺ പഞ്ചസാര ഇട്ടത് പുളിക്കാൻ വേണ്ടി വയ്ക്കുക. ഇതിനാവശ്യമായ മറ്റ് സാധനങ്ങൾ: 2 ഗ്ലാസ് മൈദ, 2 സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, 4 സ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് തേങ്ങ, 1 മുട്ട. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അത് നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് ഈ മാവിലേക്ക് ഒഴിച്ച് കുഴയ്ക്കാം. 1 നുള്ളു ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിപ്പിച്ച് ഈസ്റ്റ് ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നന്നായിട്ട് മാവ് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ട് 1/2 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കണം. മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് 1/2 മണിക്കൂർ വരെ വയ്ക്കാം. നെയ്യ് തടവിയതിന് ശേഷം നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് ഇത് മൂടിയിട്ട് കൊടുക്കാം. ഈ ടവലിടുമ്പോൾ ഈ മാവിൽ മുട്ടാത്ത രീതിയിൽ വെക്കണം, അല്ലെങ്കിൽ അത് മാവിൽ ഒട്ടി പിടിക്കും. പിന്നെ ഇത് 1/2 മണിക്കൂർ വരെ ഇവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. നമുക്ക് ഇത് തുറന്ന് നോക്കാം മാവ് പൊളിച്ചിട്ടുണ്ടോന്ന്. നമ്മൾ വച്ചേക്കാളും ഡബിൾ സൈസ് ആയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഇച്ചിരി പൊടി ഇട്ടിട്ട് നമുക്ക് ഈ മാവ് എടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ച് പരത്തിയെടുക്കാം. ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ കനത്തിലല്ല, ഇത്തിരി കട്ടിയായിട്ട് ഇത് പരത്തിയെടുക്കണം. നല്ല ഇങ്ങനെ നീളത്തിൽ ഇത് പരത്തിയെടുക്കാം. ഇതേപോലെ നല്ല നീളത്തിൽ പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും പഞ്ചസാരയും ടൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഈ മാവ് ഇതിങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. റോളാക്കി എടുക്കണം. ഇതേപോലെ ഇത് ചുരുട്ടിയിടണം. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തടവിയിട്ട് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്കിത് വയ്ക്കാം. അല്ലെങ്കിൽ അത് വിട്ടു പോകുന്നില്ല. ഈ മുറിച്ചെടുത്ത ഈ പീസില്ലേ ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെല്ലാം എല്ലാം എടുത്ത് ഇതിൽ നിരത്തി വയ്ക്കാം. ഇതേപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് വെച്ച് റെഡിയാക്കി എടുക്കാം. ഞാനൊരു പഴയ കുക്കറാണ് എടുത്തിരുന്നത്. ഇതാണ് ഞാൻ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുക്കറൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റാൻഡ് ഇറക്കി വയ്ക്കാം നമുക്ക്. ഇത് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോഴത്തേക്കും നമുക്കത് പ്ലേറ്റിൽ പരത്തിയെടുക്കാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം തടവി ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ പീസില്ലേ ഇതെടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ പ്ലേറ്റ് ചെറുതായത് കാരണം ഓർണോടെ വെക്കാൻ പറ്റുള്ളൂമായിരിക്കും. ഇതുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ടി കുറച്ച് പയ്യൊന്ന് പരത്തിയെടുക്കണം. ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിൽ തടവി കൊടുക്കാം.
തൂത്ത് കഴിയുമ്പോൾ നല്ല ഗോൾഡൻ കളർ കിട്ടും. ഇതിൻ്റെ മേളിൽ പഞ്ചസാര എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നല്ല തരിയുള്ള പഞ്ചസാര ആയിരുന്നു, അത് ഞാൻ മിക്സിയിലിട്ട് പയ്യൊന്ന് കറക്കിയെടുത്തു. ഇനി ഇതിൻ്റെ മേളിൽ ഇങ്ങനെ തൂളി കൊടുക്കാം. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വീറ്റ് പൊറോട്ട ഇതിനകത്ത് വെച്ച് 20 മിനിറ്റ് നേരം വേവിക്കാം. കുക്കർ അടയ്ക്കുകയാണ്, വെയിറ്റ് ഇടണ്ട. ഇനി ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു, അന്നേരം കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ അതേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ഓവനൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.